ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. MSP അഥവാ മിലിറ്ററി സർവീസ് പേ എല്ലാവർക്കും തുല്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിൽ ഇന്ന് വാദം നടക്കാനിരിക്കുകയാണ്. ഈ കേസിന്റെ ഇതുവരെയുള്ള വാദങ്ങളുടെ വിശദാംശങ്ങളും നമ്മുടെ സാധ്യതകളും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഈക്വൽ MSPക്ക് വേണ്ടി 2018 ഒരു ജവാൻ ഫയൽ ചെയ്തിരുന്ന കേസിൽ എതിരായ വിധിയായിരുന്നു വന്നത്. അതിനുള്ള കാരണം ശരിയായ ഡോക്യുമെന്റ് പ്രൂഫുകൾ സബ്മിറ്റ് ചെയ്യാനോ കോടതിയെ ധരിപ്പിക്കാനോ അന്ന് സാധിച്ചില്ല എന്നതാണ്. അതിനുശേഷം വോയിസ് ഓഫ് എക്സ് സർവീസ്മെൻ സൊസൈറ്റി എന്ന സംഘടന മതിയായ തെളിവുകൾ ശേഖരിച്ച് ഈക്വൽ MSPക്കായി വീണ്ടും ഒരു കേസ് ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തു. ഇത് സംബന്ധിച്ച് ആദ്യം ഒരു കേസിൽ എതിരായ വിധി വന്നതിനാൽ സർക്കാരിന്റെ വക്കീൽ ആ കേസിന്റെ വിധിയാണ് ആദ്യം കോടതിയെ ധരിപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ വാദം കേൾക്കേണ്ട ആവശ്യമില്ലെന്നും വാദിച്ചു. അതോടൊപ്പം MSP നൽകുന്നത് 6th പേ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസിന്റെ അടിസ്ഥാനത്തിലാണെന്നും വാദിച്ചു. എന്നാൽ വോയിസ് ഓഫ് എക്സ് സർവീസ്മെൻ സൊസൈറ്റിയുടെ വക്കീൽ ഇതിനെതിരെ 7th പേ കമ്മീഷന്റെ റിപ്പോർട്ടിലെ പാരഗ്രാഫ് നമ്പർ 17.10 ചൂണ്ടിക്കാട്ടി. പാരഗ്രാഫ് നമ്പർ 17.10 മിലിറ്ററി സർവീസ് പേ ഇതിന്റെ ടേബിളിൽ സർവിംഗ് ഓഫീസേഴ്സിന് 15,500 രൂപയും നഴ്സിംഗ് ഓഫീസേഴ്സിന് 10,800 രൂപയും JSORന് 5,200 രൂപയും എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നു. എന്നാൽ നാലാമതായി നോൺ കോമ്പാറ്റന്റ് ഇൻ ദ എയർഫോഴ്സ് അവർക്കായി 3,600 രൂപയും ഫിക്സ് ചെയ്തിരിക്കുന്നു. ഇതിൽ നോൺ കോമ്പാറ്റൻസിന് ഏറ്റവും കുറവാണ് MSP. എന്നാൽ നോൺ കോമ്പാറ്റൻസ് ആയ നഴ്സിംഗ് ഓഫീസേഴ്സിന് കോമ്പാറ്റന്റ് ആയ JSORനേക്കാൾ MSP കൂടുതലും. ഈ പാരഗ്രാഫാണ് കേസിൽ വഴിത്തിരിവായത്. MSP സംബന്ധിച്ച ക്ലാരിഫിക്കേഷൻ പാരഗ്രാഫ് നമ്പർ 17.12 നൽകിയിരിക്കുന്നു. അതനുസരിച്ച് ഡ്യൂട്ടി ചെയ്യുന്ന പരിതസ്ഥിതികൾ, ഓപ്പറേഷൻ, വളരെ കുറഞ്ഞ സർവീസിൽ വിരമിക്കേണ്ടി വരിക തുടങ്ങിയ കാരണങ്ങളാൽ സിവിലിയൻസിൽ നിന്നും വ്യത്യസ്തമായതിനാലാണ് ഇത് നൽകുന്നതെന്ന് വ്യക്തമാക്കുന്നു. MSP റാങ്ക് അനുസരിച്ചാണ് നൽകുന്നതെങ്കിൽ റാങ്ക് വൈസ് MSPയിൽ വ്യത്യാസം ഇല്ലല്ലോ. അതോടൊപ്പം ബ്രിഗേഡിയർ മുതലുള്ളവർക്ക് എന്തുകൊണ്ട് നൽകുന്നില്ല? ഇനി MSP ബേസിക് പേ അനുസരിച്ചാണ് നൽകുന്നതെങ്കിൽ സർവീസ് ലെങ്ത് അനുസരിച്ച് എന്തുകൊണ്ട് വ്യത്യാസം വരുന്നില്ല? മറ്റ് അലവൻസുകളിൽ, അതായത് ഫ്ലൈയിങ് അലവൻസ്, ഫീൽഡ് ഏരിയ അലവൻസ് തുടങ്ങിയവയിൽ ഓഫീസേഴ്സ് JSORന് ഉള്ള ഡിഫറൻസിനേക്കാളും കൂടുതലാണ് MSPയിൽ ഉള്ള ഡിഫറൻസ് തുടങ്ങിയ വാദങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും മറുപടിയൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല. മുകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും വിശദീകരണം ഉണ്ടെങ്കിൽ ഇന്നത്തെ വാദത്തിൽ അറിയിക്കാനാണ് സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള വിശദീകരണങ്ങളാകും വാദത്തിൽ നടക്കാൻ സാധ്യത. ആയതിനാൽ ഇന്നും ഫൈനൽ ഡിസിഷനുള്ള സാധ്യതകൾ കുറവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.